ഇന്നൊരു ക്ഷേത്രത്തിലെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അതും ക്ഷേത്ര ആഘോഷ വരവിൽ സ്ത്രീകൾ ആർപ്പ് വിളിച്ചുകൊണ്ട് വരുന്ന ഒരു അമ്പലമാണ് കാണിക്കാൻ പോകുന്നത്. അതിന് ചെറിയ ചെറിയ വിശേഷങ്ങൾ ഇട്ടാൻ പോകുന്നത്. അതും കൊയിലാണ്ടിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ബാക്കി കാര്യം പറഞ്ഞു. അണേല വലിയ മുറ്റം ശ്രീ കളരി ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടുത്തെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ആഘോഷ വരവ് സ്ത്രീകളാണ് അതിൽ പങ്കാളിത്തം വഹിക്കുന്നത്. സ്ത്രീകൾ ആർപ്പ് വിളിച്ചുകൊണ്ട് ആണ് ആ വരവ് വരുന്നത്. ആചാരങ്ങളുടെ പേരിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് സ്ത്രീകളെ മാറ്റി നിർത്തപ്പെടുമ്പോൾ ഈ ക്ഷേത്രത്തിൽ സ്ത്രീകളുടെ ആഘോഷ വരവാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. അണേല വലിയ മുറ്റം കളരി ഭഗവതി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഓക്കെ. ഉരതിയിലെല്ലാം കീർത്തി മികച്ച വെളിയണ്ണൂർ, ഉരതിയിലൊരു ദേശം മരുതൂരിൽ, പേരുകേട്ടൊരു വീടാം വലിയ മുറ്റം തന്നിൽ ആരൂഢസ്ഥയാം ദേവീ ചരിതത്തെ. ആരാരോ ചൊല്ലിക്കേട്ടുള്ള ഐതിഹ്യമൊന്നു മാത്രം സാരമായെടുത്തൽപ്പമുര ചെയ്യുവാൻ, കാര്യമായി തുനിയുമ്പോൾ ആയതിയിലുണ്ടാം പിഴ വേരറുത്തരുളേണം ബുധവൃന്ദം. പണ്ടേറ്റം പുരാ മരുതൂ ദേശവാസം കൊണ്ടൊരു ഭൂസുരേന്ദ്രൻ ഗമിച്ചെങ്ങോ, മണ്ടുമ്പോൾ തിരിച്ചു തന്നില്ലത്തേക്കതു നേരം മണ്ടിനാൻ പശ്ചിമബ്ധൗ കതിരേശൻ. പോവതീ വളവെന്ന പുഴവക്കത്തുള്ളൊരു പാവനസ്ഥലം കോട്ടയ്ക്കരികത്തു, മേവിടും കടവിങ്കേലിറങ്ങി കുളിച്ചുകൊണ്ടാവാമെന്നോർത്തു സന്ധ്യാ നമസ്കാരം. ഇറങ്ങി മുങ്ങുന്നേരമിളകി മറിഞ്ഞു വീണിറങ്ങിയാണ്ടു ചെന്നത്യഗാധത്തിൽ, മറിഞ്ഞു ജലമപ്പോൾ അവിടെ അത്യത്ഭുതം മറിമായങ്ങൾ കണ്ടു പലതെല്ലാം. ഉത്തുംഗ സൗധങ്ങൾ തൻ മധ്യവർത്തിയായുണ്ടം ശ്രീകോവിലും അതിൽ മേവും സത്യരൂപിണിയാകും ദേവിയുണ്ടിവയെല്ലാം സത്വരം കണ്ടു വിപ്രൻ വിറപൂണ്ടു. ഇതി കർത്തവ്യതാമൂഢത പൂണ്ടഥ നിൽക്കേ രതിതോറ്റോടും മനോഹരഗാത്ര. ഈ കളരി ഭഗവതി ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താ? ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 700 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പൂർവികരെല്ലാം പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈ കളരി പരിശീലനം ഈ മുറ്റത്ത് തന്നെ എത്രയോ കാലമായിട്ട് പൂർവികരായിട്ട് നടത്തി വരുന്നിരുന്ന ഒരു ക്ഷേത്രമാണ് അണേല വലിയ മുറ്റം ശ്രീ കളരി ഭഗവതി ക്ഷേത്രം. ഇപ്പോൾ ഇവിടെ കളരി ഉണ്ടോ? ഇപ്പൊ തൽക്കാലം കളരി കുട്ടികൾ കുറവായതുകൊണ്ട്, കുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇല്ല, നടക്കുന്നില്ല. അപ്പൊ ഈ കളരി ഭഗവതിയാണോ ഈ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠ? ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠ കളരി ഭഗവതിയാണ്. പിന്നെ ധർമ്മഭഗവതി, ഗുളിയൻ, ഭണ്ണാരമൂർത്തി, തലച്ചില്ലോൻ ഒക്കെയാണുള്ളത്. അപ്പൊ പാരമ്പര്യമായിട്ട് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളെല്ലാം കളരി അഭ്യാസികളും ആയിരുന്നു? അതെ. എൻ്റെ പൂർവികരെല്ലാം കളരി ഗുരുക്കന്മാരും ആയിട്ട് ഉള്ള ആൾക്കാരാണ്. കുറെ കാലം ജീർണാവസ്ഥയിലാണ് 46 വർഷത്തോളം ജീർണാവസ്ഥയിലായിരുന്ന ഈ അമ്പലം 2011 അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനം തുടങ്ങിയത്. 2014 ആദ്യ പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം 2014 ഫസ്റ്റ് ഉത്സവം കൊണ്ടാടി. അതിനുശേഷം ഇതുവരെ എല്ലാ വർഷവും ഉത്സവം കൊണ്ടാടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ പൂർവികരായിട്ടുള്ള കാരണന്മാരായിട്ടുള്ള ആളുകളാണോ ഈ ക്ഷേത്രം സ്ഥാപിക്കുന്നത്? അങ്ങനെയാണ് പറയപ്പെടുന്നത്. നമ്മളെ ഈ ആയോധന കല പഠിപ്പിക്കാനും ഈ പണ്ടുള്ള രാജാക്കന്മാരെ ഈ ഭടന്മാരായിട്ട് ഞങ്ങളെ പൂർവികർ പോയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളെ കൂട്ടത്തിലുള്ള എല്ലാ കളരി ഭഗവതി ക്ഷേത്രവും ഈ പുഴയായിട്ട് ബന്ധപ്പെട്ട് പുഴേൻ്റെ അടുത്താണ് ഉണ്ടാകുക. അന്നത്തെ യാത്രാ സൗകര്യത്തിന് പടയാളികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ പുഴേൻ്റെ അടുത്ത് തന്നെ ക്ഷേത്രം വെച്ചതെന്നാണ് ഐതിഹ്യം. അപ്പോൾ ഈ കളരി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് കടത്തനാടാണ്. അപ്പൊ കടത്തനാട് ആയിട്ട് ഈ കളരിക്ക് എന്തെങ്കിലും ഇവിടുത്തെ ക്ഷേത്രത്തിൽ ബന്ധമുണ്ടോ? ഇല്ല, കടത്തനാട് കളരിയല്ല. ഞങ്ങളത് പൂർവികമായിട്ട് തന്നെയുള്ള കളരിയാണ്. അത് നമ്മളെ സമ്പ്രദായം വേറെ തന്നെ. അപ്പോൾ നിങ്ങളെ അല്ലെങ്കിൽ അച്ചാച്ച അങ്ങനെയുള്ള ആളുകളാണോ ഈ ക്ഷേത്രത്തിന്റെ മുൻഗാമികളായിട്ടുള്ള? അതെ, എൻ്റെ അച്ചാച്ചനായിരുന്നു പണ്ട് ഇവിടെ ഗുരുക്കളായിട്ട് ഉണ്ടായിരുന്നത്. അതിനുശേഷം മൂത്തച്ഛൻ രാരക്കുറുപ്പ് എത്രയോ ആൾക്കാരാ ഇപ്പോഴത്തെ തലമുറയിൽ ജീവിച്ചിരിപ്പുള്ള ആൾക്കാർ എത്രയോ ആൾക്കാരാ കളരി പരിശീലനം ഇവിടുന്ന് നടത്തിയ ആളാണ്.
രാജക്കുറുപ്പ്. അച്ഛൻ, അതിനുശേഷം അച്ഛല്ലേ? അച്ഛന്റെ പേരെന്ന് അച്ഛൻ ചാത്തക്കുട്ടിക്കുറുപ്പ്, അച്ചാച്ചെ കുഞ്ഞിക്കാളപ്പക്കുറുപ്പ്. കുഞ്ഞിക്കളപ്പുറത്ത്. അപ്പൊ മധുവേട്ടനും ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള കളരി അഭ്യസിച്ചിട്ടാണോ? ഞാൻ പഠിച്ചിട്ടേ ഉള്ളൂ, ഗുരുക്കളാകാനുള്ള യോഗ്യത ഒന്നും ആയില്ല. എന്താ ഇപ്പൊ ഈ നിങ്ങളെ ഈ പരമ്പരയിൽ ആരെങ്കിലും ഗുരുക്കളായിട്ട്? ഗുരുക്കളായിട്ടുണ്ട്, പക്ഷെ ആരും ഇവിടെ അടുത്തുള്ള ആരുമില്ല. അതുകൊണ്ടാണ് ഇപ്പൊ കളരി മര്യാദയ്ക്ക് നടക്കാണ്ട് പോകുന്നത്. അപ്പൊ ഏറ്റവും നിതീഷ് പെരുവണ്ണാൻ കളരി അഭ്യാസം കളിച്ചുകൊണ്ടുള്ള തറയാണ് അധികവും ഇവിടെ ഈ മുറ്റത്ത് കാഴ്ചവെക്കാറ്. ഇവിടെ നമ്മളെ അമ്പലത്തിന്റെ പുനരുദ്ധാരണമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറെ മുഖങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് മൺമറഞ്ഞു പോയ ഗോപാലട്ടൻ, കേളപ്പേട്ടൻ, നമ്മളെ കഴിഞ്ഞ പൂജാരി, മക്കട ഭാസ്കരേട്ടൻ, മാലതിയച്ചി, അങ്ങനെ എണ്ണിയാലൊതുങ്ങാത്ത കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും ഒരു ശ്രമഫലമായിട്ടാണ് ഈ കാണുന്ന അമ്പലം ഈ രീതിയിലായത്. വലിയമുറ്റം കളരി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താ വെച്ചാൽ ഈ അമ്പലത്തിലേക്ക് വരുന്ന ആഘോഷ വരവിന്റെ എല്ലാവിധ ഇത് വഹിക്കുന്നത്, നേതൃത്വം കൊടുക്കുന്നത് സ്ത്രീകളാണ്. സ്ത്രീകൾ ആർപ്പ് വിളിച്ചിട്ട് ആണ് ഈ അമ്പലത്തിലേക്കുള്ള വരവ് വരുന്നത്. കേരളത്തിൽ എവിടെയും കാണാത്ത ഒരു അപൂർവ കാഴ്ചയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചേച്ചി, എങ്ങനെയാണ് നിങ്ങളെ ഈ വരവ്? ആരൊക്കെയാണ്? അതിങ്ങനെ വലിയ പെണ്ണുങ്ങളും കുട്ടികളും എല്ലാം കൂടി കുറെ വട്ടങ്ങളായിട്ട് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഉഷാറായിട്ട് പോകുന്നു. ആർപ്പ് വിളിച്ചു പോകും. സാധാരണ അമ്പലത്തിലൊന്നും സ്ത്രീകൾ എങ്ങനെ ആർപ്പ് വിളിച്ചു പോകാൻ പാടില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെ എന്ത് പ്രത്യേകത? പെണ്ണുങ്ങൾ തന്നെയാണ് കാര്യമായിട്ടുണ്ടാകുക. പെണ്ണുങ്ങൾ ചെയ്യണമെന്നാണോ? ചെയ്യണമെന്നല്ല, അതങ്ങ് ആയിത്തീർന്നതാണ്. സന്തോഷമാണ് ഇപ്പം പറഞ്ഞത്. അതിൽ ഒരുപാട് പെണ്ണുങ്ങളുണ്ടാവും, സ്ത്രീകള്. പ്രായമൊന്നും ഇല്ല, പ്രായമുള്ളവരൊക്കെ കളിക്കും, നല്ല തുള്ളി കളിക്കും ആർപ്പ് വിളിച്ചിട്ട്. അത് കേരളത്തിലെ കാര്യം കാണാത്തൊരു കാഴ്ചയായിരിക്കില്ല അല്ലെ? നല്ലോണം ആൾക്കാരുണ്ടാവും. അപ്പൊ ഈ ഉത്സവത്തിനും അതിനെ ഗംഭീരമായിട്ട് വരവുണ്ടാവും, ഉഷാറായിട്ടുണ്ടാവും. അപ്പൊ എല്ലാരെയും ക്ഷണിക്കണ്ടേ നിങ്ങൾ? വരവില് സ്ത്രീകളെ വരവ് കാണാൻ വേണ്ടിട്ട് ഒന്ന് ക്ഷണിച്ചൂടെ? എല്ലാരെയും വിളിക്കുന്ന മുമ്പത്തേക്ക് എല്ലാരും എത്തുക. ഇനി നമുക്ക് ഉത്സവത്തിന് പങ്കെടുക്കാം. കെട്ടിയാട്ടക്കാര് രണ്ട് കൂട്ടരായിട്ടാണ്. ഒന്ന് മലയന്മാരും ഒന്ന് പെരുവണ്ണാന്മാരും. അതില് പെരുവണ്ണന്മാരും. അപ്പം അവരാണ് നമ്മളെ കെട്ടിയാട്ടം. പിന്നെ ഇവിടെ പ്രസിദ്ധമായ കളരിപ്പായിട്ട് ചെറിയ മക്കളെ, കുടുംബത്തിലുള്ള മക്കളെ പ്രോഗ്രാം, ഡാൻസ് വരെ എല്ലാം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വന്ന് ഞങ്ങളുടെ ഉത്സവത്തിന് ഗംഭീരമാക്കാൻ എല്ലാവരും സഹായിക്കുക. അപ്പൊ ഈ ക്ഷേത്രത്തിലെ പൂജാരിയാണ് നമ്മൾ അടുത്ത് കാണുന്നത്. നമസ്കാരം. ഈ വർഷത്തെ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാൻ പറ്റും? ഈ വർഷത്തെ നമ്മുടെ ഉത്സവം നിശ്ചയിച്ചിരിക്കുന്നത് ഫെബ്രുവരി 19 നമ്മുടെ കൂടിയേറ്റം വരുന്നത്. 20-21 തീയതികളിലാണ് ഉത്സവം. 20-ാം തീയതിയാണ് നമ്മുടെ പ്രധാന ചടങ്ങുകളൊക്കെ, ഗുരുതിയും കോട്ടയിൽ പോക്ക്, അരിയൂരയിലെ ചടങ്ങുകളൊക്കെ. 21-നാണ് വരവ്, താലപ്പൊലി, മറ്റ് തിറയാട്ടങ്ങള് കാര്യങ്ങളെല്ലാം 21-നാണ് ആഘോഷ പരിപാടികളൊക്കെ. തിറകളും കാര്യങ്ങളൊക്കെ ഉള്ള 21-നാണ്. 20-ാം തീയതി ഗുരുതി കളരിപ്പയറ്റുണ്ടാവും. എല്ലാ വർഷവും എല്ലാ ഉത്സവത്തിനും കൂടെ കളരിപ്പയറ്റ് പ്രദർശനം ഉണ്ടാവാറുണ്ട്. പിന്നെ രാത്രി ഇവിടെ ഒരു കോട്ടയുണ്ട് തൊട്ടടുത്തുള്ള കോട്ടയിൽ പോക്ക്, അവിടെ ഒരു അരി ചോപ്പിച്ചെറിയുന്ന ഒരു ചടങ്ങുണ്ട്. അതാണ് ഈ ക്ഷേത്രത്തിൽ. എത്ര മണിക്ക് നടക്കുക? അതൊരു 10:30 കഴിയുമ്പോഴാണ് ഇവിടുന്ന് അങ്ങോട്ട് പോവുക. 12 മണിക്ക് മുമ്പായിട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് പുഴയുടെ അരികിലൂടെ വന്ന് കുളിച്ച് ശുദ്ധിയായിട്ടാണ് എല്ലാവരും ക്ഷേത്രത്തിലേക്ക് കയറുക. ഇപ്പൊ ഇവിടെ ഈ കളരി ഭഗവതി ആണല്ലോ ഇവിടുത്തെ പ്രതിഷ്ഠ. സ്വാഭാവികമായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും അതിന്റെ ഉപദേവതമാരുണ്ടാകും. മറ്റുള്ള എന്തൊക്കെയാണ് ഇവിടെ ഉപദേവതമായിട്ടുള്ളത്? ഇവിടെ നമ്മുടെ പ്രധാനം ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് തന്നെ കളരി ഭഗവതിയുടെ പേരിലാണ്. കളരി ഭഗവതി കൂടാതെ ഇവിടെ ഗുരുകാരണവന്മാരുണ്ട്, ശക്തയ ഭഗവതിയുണ്ട്, ധർമ്മ ഭഗവതി, തലച്ചില്ലുവാൻ പാമ്പൂരി കരുമകൻ, ഗുളിയൻ ഭണ്ഡാരമൂർത്തി. 9 മൂർത്തികളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. ഈ മൂർത്തികളൊക്കെ തെയ്യങ്ങള് ഉത്സവത്തിന് കിട്ടിയാണോ? എല്ലാവരും ശക്തയ ഭഗവതിക്ക് തെയ്യം ഉണ്ടാവില്ല, ബാക്കി എല്ലാവർക്കും തെയ്യങ്ങൾ കിട്ടിയാണ്. അപ്പൊ ജനുവരി 20 ഫെബ്രുവരി. അപ്പൊ 2026 ഫെബ്രുവരി 19 മുതൽ 21 വരെയാണ് വലിയമുറ്റം കളരി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം. ഈ ഉത്സവം കളരി ഭഗവതി ക്ഷേത്രം ഉത്സവത്തിന് അതായത് മറ്റ് ക്ഷേത്രങ്ങളിൽ എവിടെയും കാണാത്തൊരു വിശേഷമാണ് നമ്മളിവിടെയുള്ള ആഘോഷവരവ്. സ്ത്രീകളാണ് പല പ്രായത്തിലുള്ളവർ പല കൂട്ടങ്ങളായിട്ട് തിരിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നൊരു ആഘോഷവരവാണ്. അപ്പോൾ ഇത് പാടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം പലരും പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മളിവിടെ ഒരു ക്ഷേത്രത്തിൽ ഒരു താമ്പൂല പ്രശ്നം വെച്ചു. അപ്പോൾ താമ്പൂല പ്രശ്നത്തിൽ ദേവന്റെ ഇംഗിതം നോക്കിയപ്പോൾ
ആ വരവ് അങ്ങനെ തന്നെ വെക്കാനും അതൊന്നും കൂടെ ഗംഭീരമായിട്ട് ആ വരവ് അങ്ങനെ തന്നെ നടക്കട്ടെ എന്നുമാണ് നമ്മളുടെ ഇവിടെ പ്രശ്നത്തിൽ കണ്ടത്. വെളിയന്നൂർ ദേശത്തിൻ വെളിച്ചമായി കുടികൊള്ളും കളരി ഭഗവതി ദേവി. വെളിയന്നൂർ ദേശത്തിൻ വെളിച്ചമായി കുടികൊള്ളും കളരി ഭഗവതി ദേവി. കാണാമറയത്തിരുന്നു നീ മായയാ ഭക്തമാനസം പുൽകി മായിക ഭാവങ്ങൾ കാട്ടിച്ചിരിക്കും. വെളിയന്നൂർ ദേശത്തിൻ വെളിച്ചമായി കുടികൊള്ളും കളരി ഭഗവതി ദേവി.